ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ബുക്ക് ഹൗൾസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, 3 Kisses ബൈ മാ എലീന പോൾമ. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ 3 ചുംബനങ്ങളുടെ ഒരു കഥയാണ്. ഈ ഒരു വർക്ക് നോക്കുമ്പോൾ ഇതിലെ തീമായിട്ട് നമ്മൾ കാണുന്നത് ലവ് ഉണ്ട്, ഡിസയർ ഉണ്ട്, അതുപോലെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ റിവോൾവ് ചെയ്യുന്ന തീംസായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് 3 ചുംബനങ്ങളെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നായിക അവരെന്ത് ചെയ്യാണ്, അവരുടെ കുറേ ഇമോഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തിനെ പറ്റിയുള്ള ഇമോഷൻസ്? അവർക്കൊരു റിലേഷൻഷിപ്പുണ്ട്. ആ റിലേഷൻഷിപ്പിൻ്റെ വേരിയസ് സ്റ്റേജസിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷൻസ്, അതിലൂടെയാണ് വായനക്കാരായിട്ടുള്ള നമ്മളും എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ പ്രോട്ടഗോണിസ്റ്റ് ഓർക്കുന്നതാണ് അവൾക്ക് അവളുടെ ബിലവഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ 3 ചുംബനങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. ആ 3 ചുംബനങ്ങളെപ്പറ്റിയും വളരെ ഡീറ്റെയിലായിട്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വെറുതെ ആ ചുംബനങ്ങളെപ്പറ്റി സംസാരിക്കുകയല്ല, ആ ചുംബനങ്ങൾ അവളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവളിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിനെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ കിസ് എന്ന് പറയുന്ന ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു ഇന്നസെൻറ്റ് ജെസ്റ്ററാണ്. അത് സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ലവ് സ്റ്റോറിയുടെ ബിഗിനിങ് ആണ്. സെക്കൻഡ് കിസ് ആവട്ടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പാഷനേറ്റ് ആയിട്ടും ഇൻറ്റൻസ് ആയിട്ടുമാണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, അവരുടെ ആ ഒരു പാഷൻ്റെയും ഡിസയറിൻ്റെയും ഒരു ഹൈറ്റാണ്. ഹൈറ്റ് ഓഫ് ദെയർ പാഷൻ ആൻഡ് ഡിസയർ എന്താണ്, ഫോർ ഈച്ച് അതർ. അതുപോലെ മൂന്നാമത്തെ ചുംബനം, തേർഡ് കിസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബിറ്റർ സ്വീറ്റ് ആയിട്ടാണ്. അത് ഒരു എന്താണ്, കയ്പുള്ള ഒരു മധുരമായിരുന്നു. അതിൽ എന്തൊക്കെ നിറഞ്ഞിരുന്നു, ലോങ്ങിങ് നിറഞ്ഞിരുന്നു. അതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രണയത്തിൻ്റെ തുടക്കകാലത്തിൽ വളരെ ജെൻറ്റിലായിട്ടുള്ള ആ ചുംബനം, പിന്നെ അവരുടെ ആ ഡിസയറൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ആ ഒരു സമയത്തുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആ ചുംബനം, അവസാനം അവർ പിരിയാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന ആ കയ്പ് നിറഞ്ഞ ആ ചുംബനം. ഇതാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന 3 ചുംബനം. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്കൊരു റിയലൈസേഷൻ ഉണ്ട്. അതായത് ആ ഒരു നിമിഷങ്ങളെയെല്ലാം അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു എന്നും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിനെയും ആ ഒരു പാഷനെയും ഒന്നും ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു എഫേർട്ട് അവർ എടുത്തില്ല എന്നുള്ള ഒരു എന്താണ്, കുറ്റബോധം അവർക്കുണ്ട്. അതാണ് അവർ ഉദ്ദേശിക്കുന്ന മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവരുടെ ഒപ്പം നമ്മൾ അവരുടെ ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ആ ഹൈസിലും അതുപോലെ തന്നെ ആ ഹൈസ് ആൻഡ് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വായനക്കാർക്കൊരു എന്താണ്, റിമൈൻഡറാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, അതായത് ലവിൻ്റെയും പാഷൻ്റെയും ആ മൊമെൻറ്റ്സിനെ ഒന്നും ഒരിക്കലും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ എന്ത് ചെയ്യണം, ചെറിഷ് ചെയ്യണം എന്നുള്ളൊരു റിമൈൻഡർ കൂടിയാണ് ഈ ഒരു എന്താണ് സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മളതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്താൽ പിന്നൊരു കാലത്ത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എഫേർട്ട് ഇട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊരു റിമൈൻഡറോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞതാണ്, ഇതാണ് നമ്മുടെ 3 Kisses. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, കഥയിലേക്ക് പോവാം. സാധാരണ നമ്മൾ കാണുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 2 ആൾക്കാർ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ വളരെ പ്രായം ചെന്ന 2 ആൾക്കാർ എന്ത് ചെയ്യാണ്, പ്രണയിക്കുക എന്നതിനേക്കാൾ ഉപരി പ്രായം ചെന്ന 2 ആൾക്കാർ എന്ത് ചെയ്യാണ്, വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അവർക്ക് പ്രണയത്തിനേക്കാൾ ഉപരി ഇത്തരം ഒരു ഡിസിഷൻ എടുക്കാൻ കുറേ പ്രാക്ടിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ നായിക എന്ന് പറയുന്നത് സാറ്റുനീന നിനയാണ്. SATURNINA, നിന. അവരൊരു ഫിലിപ്പീനയാണ്. ഇവിടെ പ്രായം എന്ന് പറയുന്നത് അവരുടെ ഏർലി 60s അവരിപ്പോൾ ഉള്ളത്. അവർക്കൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റൊക്കെ ഇത്രയും പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ കത്തുകളിലൂടെ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് ബെൽജിയംകാരനായിട്ടുള്ള റൂബൺ പീറ്റേഴ്സ്. അപ്പോൾ പീറ്റേഴ്സിൻ്റെ ഈ ഒരു വിവാഹ അഭ്യർത്ഥന എന്ത് ചെയ്യാണ്, ഇവർ അക്സെപ്റ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം ഒബ്വിയസ് ആണ്, അവർ തമ്മിൽ പരസ്പരം പ്രണയമില്ല. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട്, കുറേ പ്രാക്ടിക്കൽ റീസൺസ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് 2 പേർക്കും ഒരു കല്യാണം ബെനിഫിഷ്യറി ആവും എന്നതുകൊണ്ടാണ് ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതായത് ഇവരുടെ 2 പേരുടെയും പാർട്ട്നേഴ്സ് മരിച്ചുപോയി. ഇവർ വളരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ബാക്കി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവരുടേതായ ആ ഒരു ലൈഫിൽ ബിസിയാണ്.
അപ്പോൾ ഇവർക്ക് വയസ്സായി വരികയാണല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വയസ്സായി തനിച്ചായി പോകുമോ എന്നുള്ള ആ ഒരു കൺസേണൊക്കെ രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിലുപരി നമ്മുടെ നായികയ്ക്ക് മറ്റൊരു ഇൻറ്റൻഷൻ കൂടിയുണ്ട്. ഒരു വിവാഹം കഴിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നൊരു ഇൻറ്റൻഷൻ കൂടി അവർക്കുണ്ട്. അവർ പറയുന്നത് അവരുടെ ഫ്രണ്ടായിട്ടുള്ള സൂസൻ്റെ ഡോട്ടർ ഈ ഇടയ്ക്ക് ഒരു ജർമ്മനെ കല്യാണം കഴിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു ലൈഫൊക്കെ കിട്ടി. അപ്പം ഞാനും ഒരു വിവാഹം കഴിച്ചാൽ ഇനി ഈ വയസ്സാം കാലത്തൊരു ജോലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കിട്ടുന്ന ഈ തുച്ഛമായ പെൻഷൻ കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു ലൈഫ് ലീഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, അങ്ങനെ കല്യാണം കഴിച്ച് ലൈഫ് ബെറ്റർ ആക്കാം എന്നൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരിക്കൽ ധനികയായി കഴിയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു അഡ്മിറേഷനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ അവരെ പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം അവരെ പറ്റി അവർക്കെല്ലാം ഒരു ഹൈ എക്സ്പെക്റ്റേഷനാണുള്ളത്. ആ ഒരു പ്രഷറും ഇവർക്ക് എന്തായാലും ഉണ്ട്. ഇവിടെ വേറൊരു കൾച്ചറൽ ആസ്പെക്റ്റ് കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫിലിപ്പീനിയോസിൻ്റെ ഒരു കൾച്ചർ, അവർ ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ഫിലിപ്പീൻസ് ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കാറുണ്ട് ഫോർ ദെയർ കൺവീനിയൻസ് നോക്കിയിട്ട് അവരെന്താണ് ബെനിഫിഷ്യറി ആണെന്ന് കണ്ടാൽ ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്ന ഒരു രീതി പൊതുവെ അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇൻ്റർ റേഷ്യൽ ഡേറ്റിംഗ് പേജസ് ഇവരുടെ ഇടയിൽ കോമൺ ആണ്. ഇത്തരം പേജസിലെല്ലാം കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഫോറിനേഴ്സിനാണ്. ഇവർ ഈ ഫോറിനേഴ്സിനെ കാണുന്നത് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു വഴിയായിട്ടാണ്. ഒരു കണക്കിന് നോക്കിയാൽ വളരെ കഷ്ടമാണല്ലേ, ഇങ്ങനെ പ്രാക്ടിക്കാലിറ്റി മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും പരസ്പരം സ്നേഹമില്ലാത്ത രണ്ട് മനുഷ്യർ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ്. പക്ഷേ അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തെയും അവരുടെ ആ ഒരു കൾച്ചറിനെയും ഒക്കെ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി പല ആൾക്കാരും ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ഉള്ള പ്രിവിലേജസിന് വേണ്ടിയിട്ടും ചില സമയങ്ങളിൽ ഫിസിക്കൽ സെക്ഷൽ അട്രാക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ആണെങ്കിൽ നമ്മുടെ നിനയും റൂബോട്ടും ഇവിടെ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വയസ്സാം കാലത്ത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാൽ പോലും പരസ്പരം ബെനിഫിഷ്യറി ആണ് എന്നറിഞ്ഞുകൊണ്ട് പരസ്പരം സ്നേഹമില്ലാത്തൊരു വിവാഹത്തിലേക്കാണ് അവരെത്തിപ്പെടുന്നത്. അത്തരം വിവാഹങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കോൺട്രാസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് തമ്മിൽ എന്ത് ചെയ്യണം, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇവിടെയാണെങ്കിൽ നിന വളരെ വാമായിട്ടുള്ള ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവർ ഭയങ്കര കൈൻഡാണ്, കെയറിങ് ആണ്. അവർ എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു പേഴ്സണാണ്. ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ റൂബൻ ആണെങ്കിൽ അപ്ടൈറ്റും കോൾഡുമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ ഭയങ്കര പൊലൈറ്റാണ്. മിക്കവാറും സമയങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ ഫീലിങ്സിനെ തീരെ കൺസിഡർ ചെയ്യാത്തൊരു മനുഷ്യനാണ്. വെൻ ദേ ഹാവ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻസ് പറയുന്നതെന്ന് വെച്ചാൽ റൂബൻ ഒരിക്കലും നമ്മുടെ ഹീറ്റർ ഓൺ ചെയ്യാറില്ല. ഈവൻ നമ്മുടെ നിന ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇയാളായിട്ട് ആ ഹീറ്റർ ഓൺ ചെയ്യാനുള്ളൊരു ഇനിഷ്യേറ്റീവ് ഒരിക്കലും അയാൾ എടുക്കാറില്ല. അതുപോലെ അയാൾ ഭയങ്കര അതോറിറ്റേറിയൻ നേച്ചറുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നൊരു നേച്ചറാണ് അയാൾക്കുള്ളത്. അവരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മുടെ റൂബനാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഡിഫറൻസസ് ഒക്കെ തന്നെ അവരുടെ മാരിറ്റൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇവർക്ക് പരസ്പരം സ്നേഹമില്ല, പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടി കല്യാണം കഴിച്ചതാണ്. അതുപോലെ ഇവർക്ക് പരസ്പരം ഒട്ടും തന്നെ അറിയത്തുമില്ല. ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ they are like strangers living under one roof. ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഒരാളുടെ റെസ്പോൺസിനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാനോ അതുപോലെ ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എന്താ പറയേണ്ടത്, ഇയാളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് ധാരണയില്ല. അത്രയ്ക്കും അവർക്ക് പരസ്പരം അറിയത്തില്ല. ഇയാളാണെങ്കിൽ റൂബോനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഇയാളുടെ കയ്യിൽ കാശൊക്കെ പോയിട്ട് ഇയാൾ ഭയങ്കര മാഡായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഇയാളൊന്ന് സമാധാനിപ്പിക്കുക എന്ന് പോലും അറിയില്ല. അവർ തമ്മിൽ അത്രയ്ക്കും അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അത് പോരാഞ്ഞിട്ട് പരസ്പരം യാതൊരു സ്നേഹവും ഇല്ല. റിബോണിൻ്റെ കാശൊക്കെ പോയി നമ്മൾ പറഞ്ഞല്ലോ. അയാളുടെ കാശ് എവിടെയാണ് പോയത്? ഇയാൾക്ക് കഴിഞ്ഞ മാരേജിൽ ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ഇയാൾ റീമാരേജ് ചെയ്തപ്പോൾ കുട്ടികൾ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി അവർക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇയാളുടെ കയ്യിൽ യാതൊരു കാശും ഇല്ലാണ്ടാവുകയാണ്. ഇവിടെ ഓൾറെഡി കുട്ടികളുള്ള ആൾക്കാർ റീമാരേജ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട കാശൊന്നും ഒരു സ്റ്റെപ്പ് മോം വന്നിട്ട് അനുഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ടായി. അതുപോലെ തന്നെ നിനയെ പറ്റി നോക്കുകയാണെങ്കിൽ അവർക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അവർക്ക് വേണ്ടതൊരു നൈസ് ക്വയറ്റ് ലൈഫായിരുന്നു, പക്ഷെ അതല്ല അവർക്ക് കിട്ടിയത്.
എല്ലാം ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ തുടക്കകാലത്ത് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബെൽജിയം പോലെ. ആദ്യം ഇവർക്ക് ബെൽജിയം ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു കൺട്രി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നീട് ഇങ്ങനെ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു കോൾഡ് ലോങ് ഡേയ്സൊക്കെ അവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണോ ഈ മാരേജിന് യെസ് പറഞ്ഞത്, അതൊന്നും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അവർ ഫെൽ ഇൻ ലവ് നോട്ട് വിത്ത് റൂബനെ അല്ല അവർക്ക് ഇഷ്ടപ്പെട്ടത്. റൂബൻ്റെ ആ ഒരു വീട്, ആ ഒരു സിറ്റി, അയാളുടെ ലൈഫ് സ്റ്റൈൽ, ഇതിനോടൊക്കെയാണ് അവർക്ക് ഇഷ്ടം തോന്നിയത്. പക്ഷേ ഇപ്പോൾ അവരുടെ മാരേജ് ഒരു ഡിസാസ്റ്റർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊരുപാട് ലേറ്റായി പോയി കഴിഞ്ഞു. അപ്പോൾ അവരുടെ മൂഡ് തുടക്കത്തിൽ എക്സൈറ്റ്മെൻറ്റും ഹോപ്പ്ഫുൾനെസ്സും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അട്ടർ ഡിസപ്പോയിൻമെൻറ്റും കൺഫൈൻമെൻറ്റുമായി മാറിയിട്ടുണ്ട്. ആദ്യം നിനയ്ക്ക് എങ്ങനെയെങ്കിലും റൂബനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പാസറ്റേയുമായിട്ടുള്ള ഗെറ്റ് അവേസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു ദാറ്റ് ഡിസയർ ടു എസ്കേപ്പ് ഡിമിനിഷ്ഡ്. അവർക്ക് ഒരിക്കൽ എസ്കേപ്പ് ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് ഷീ നോ ലോങ്ങർ വാണ്ട്സ് ടു ഗോ. അവർക്ക് പോകാൻ ഇപ്പോൾ താല്പര്യം ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിനയ്ക്ക് ക്യാൻസർ വരുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ആസ്പെക്റ്റ് ഓഫ് ഡെത്ത് റൂബൻ്റെ ആ ഒരു ലവിങ് കെയറിങ് സൈഡ് അൺലീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അവർക്ക് വയ്യാണ്ടാവുമ്പോൾ മാത്രമാണ് റൂബൻ കെയറിങ് ലവിങ് ഹസ്ബൻഡായിട്ട് മാറുന്നത്, നിന ആഗ്രഹിച്ചതുപോലെ. ഈ ഒരു കഥയുടെ എൻഡിങ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ 3 kisses കാര്യം ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മുടെ നിന ബാത്റൂമിൽ നിൽക്കുമ്പോൾ റൂബൻ അവർക്ക് 3 ചുംബനങ്ങൾ നൽകുന്നുണ്ട്. അവരോട് എന്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? ദാറ്റ് ഹീ ലവ്സ്, റെസ്പെക്ട്സ് ആൻഡ് കെയർസ് ഫോർ ഹർ. ഇതാണ് അയാൾ ആ ചുംബനങ്ങളിലൂടെ അവരോട് കൺവേ ചെയ്യുന്നത്. ആ 3 കിസ് മാത്രം മതിയായിരുന്നു നിനയ്ക്ക് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയും അവരുടെ ബോഡി പറ്റിയുള്ള ആ ഒരു സെൽഫ് ഡൗട്ടും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ റൂബൻ നിനയുടെ റോബ് അൺറാവൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇൻ ഡെപ്ത് എന്താണ് അവർ അൺറാവൽ ചെയ്യുന്നത്? അയാൾ അൺറാവൽ ചെയ്യുന്നത് അവളുടെ സോളിനെയാണ്. ദെയർ സോൾസ് ആർ ഓപ്പൺ ഫോർ ഈച്ച് അതർ. നോ റിസർവേഷൻസ്, നോ മോർ ടേണിംഗ് ബാക്സ്. അവരുടെ ലിപ്സ് പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? 2 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് പരസ്പരം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ആൻഡ് അറ്റ്യൂൺഡ് ബിക്കോസ് ഓഫ് ലവ്. ഇപ്പോഴാണ് അവിടെ സ്നേഹമുണ്ടായത്. സ്നേഹമുണ്ടായപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഡിഫറെൻ്റ് അല്ല. ആ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ബൈ ലവ്. ഇങ്ങനെയാണ് നമ്മുടെ 3 kisses അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. സാധാരണ നമ്മൾ കാണുന്ന വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 2 ആൾക്കാർ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ വളരെ പ്രായം ചെന്ന 2 ആൾക്കാർ പ്രണയിക്കുകയാണ്. പ്രണയിക്കുക എന്നതിനേക്കാൾ ഉപരി പ്രായം ചെന്ന 2 ആൾക്കാർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അവർക്ക് പ്രണയത്തിനേക്കാൾ ഉപരി ഇത്തരമൊരു ഡിസിഷൻ എടുക്കാൻ കുറേ പ്രാക്ടിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ നായിക എന്ന് പറയുന്നത് സാറ്റുനീന നിനയാണ്. SATURNINA നിന. അവരൊരു ഫിലിപ്പീനയാണ്. ഇവിടെ പ്രായം എന്ന് പറയുന്നത് അവരുടെ ഏർലി 60s അവരിപ്പോൾ ഉള്ളത്. അവർക്കൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റൊക്കെ ഇത്രയും പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ കത്തുകളിലൂടെ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് ബെൽജിയംകാരനായിട്ടുള്ള റൂബൻ പീറ്റേഴ്സ്. അപ്പോൾ പീറ്റേഴ്സിൻ്റെ ഈ ഒരു വിവാഹ അഭ്യർത്ഥന ഇവർ അക്സെപ്റ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം ഒബ്വിയസ് ആണ്, അവർ തമ്മിൽ പരസ്പരം പ്രണയമില്ല. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട്, കുറേ പ്രാക്ടിക്കൽ റീസൺസ് കൊണ്ട് ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് 2 പേർക്കും ഒരു കല്യാണം ബെനിഫിഷ്യറി ആവും എന്നതുകൊണ്ടാണ് ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതായത് ഇവരുടെ 2 പേരുടെയും പാർട്ട്നേഴ്സ് മരിച്ചുപോയി. ഇവർ വളരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ബാക്കി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവരുടേതായ ആ ഒരു ലൈഫിൽ ബിസിയാണ്. അപ്പോൾ ഇവർക്ക് വയസ്സായി വരികയാണല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വയസ്സായി തനിച്ചായി പോകുമോ എന്നുള്ള ആ ഒരു കൺസേണൊക്കെ 2 പേർക്കും ഉണ്ട്. അങ്ങനെയാണ് ഇവർ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിലുപരി നമ്മുടെ നായികയ്ക്ക് മറ്റൊരു ഇൻറ്റൻഷൻ കൂടിയുണ്ട്. ഒരു വിവാഹം കഴിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നൊരു ഇൻറ്റൻഷൻ കൂടി അവർക്കുണ്ട്. അവർ പറയുന്നത് അവരുടെ ഫ്രണ്ടായിട്ടുള്ള സൂസൻ്റെ ഡോട്ടർ ഈ ഇടയ്ക്ക് ഒരു ജർമ്മനെ കല്യാണം കഴിച്ച് വളരെ മെച്ചപ്പെട്ടൊരു ലൈഫൊക്കെ കിട്ടി. അപ്പോൾ ഞാനും ഒരു വിവാഹം കഴിച്ചാൽ ഇനി ഈ വയസ്സാം കാലത്തൊരു ജോലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കിട്ടുന്ന ഈ തുച്ഛമായ പെൻഷൻ കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു ലൈഫ് ലീഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട.
അങ്ങനെ കല്യാണം കഴിച്ച് ലൈഫ് ബെറ്റർ ആക്കാം എന്നൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരിക്കൽ ധനികയായി കഴിയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു അഡ്മിറേഷനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ അവരെ പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം അവരെ പറ്റി അവർക്കെല്ലാം ഒരു ഹൈ എക്സ്പെക്റ്റേഷനാണുള്ളത്. ആ ഒരു പ്രഷറും ഇവർക്ക് എന്തായാലും ഉണ്ട്. ഇവിടെ വേറൊരു കൾച്ചറൽ ആസ്പെക്റ്റ് കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫിലിപ്പീനിയോസിൻ്റെ ഒരു കൾച്ചർ, അവർ ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ഫിലിപ്പീൻസ് ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കാറുണ്ട് ഫോർ ദെയർ കൺവീനിയൻസ് നോക്കിയിട്ട് അവരെന്താണ് ബെനിഫിഷ്യറി ആണെന്ന് കണ്ടാൽ ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്ന ഒരു രീതി പൊതുവെ അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇൻ്റർ റേഷ്യൽ ഡേറ്റിംഗ് പേജസ് ഇവരുടെ ഇടയിൽ കോമൺ ആണ്. ഇത്തരം പേജസിലെല്ലാം കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഫോറിനേഴ്സിനാണ്. ഇവർ ഈ ഫോറിനേഴ്സിനെ കാണുന്നത് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു വഴിയായിട്ടാണ്. ഒരു കണക്കിന് നോക്കിയാൽ വളരെ കഷ്ടമാണല്ലേ, ഇങ്ങനെ പ്രാക്ടിക്കാലിറ്റി മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും പരസ്പരം സ്നേഹമില്ലാത്ത രണ്ട് മനുഷ്യരും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ്. പക്ഷേ അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെയും അവരുടെ ആ ഒരു കൾച്ചറിനെയും ഒക്കെ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി പല ആൾക്കാരും ഫോറിനേഴ്സിനെ കല്യാണം കഴിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ഉള്ള പ്രിവിലേജസിന് വേണ്ടിയിട്ടും ചില സമയങ്ങളിൽ ഫിസിക്കൽ സെക്ഷൽ അട്രാക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ആണെങ്കിൽ, നമ്മുടെ നിനയും റൂബോട്ടും ഇവിടെ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വയസ്സാങ്കാലത്ത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാൽ പോലും പരസ്പരം ബെനിഫിഷ്യറി ആണ് എന്നറിഞ്ഞുകൊണ്ട് പരസ്പരം സ്നേഹമില്ലാത്തൊരു വിവാഹത്തിലേക്കാണ് അവരെത്തിപ്പെടുന്നത്. അത്തരം വിവാഹങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കോൺട്രാസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് തമ്മിൽ എന്ത് ചെയ്യണം, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇവിടെയാണെങ്കിൽ നിന വളരെ വാമായിട്ടുള്ള ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവർ ഭയങ്കര കൈൻഡാണ്, കെയറിങ് ആണ്. അവർ എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു പേഴ്സണാണ്. ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ റൂബൻ ആണെങ്കിൽ അപ്ടൈറ്റും കോൾഡുമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ ഭയങ്കര പൊളൈറ്റാണ്. മിക്കവാറും സമയങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ ഫീലിങ്സിനെ തീരെ കൺസിഡർ ചെയ്യാത്തൊരു മനുഷ്യനാണ്. വെൻ ദേ ഹാവ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻസ് പറയുന്നതെന്ന് വെച്ചാൽ, റൂബൻ ഒരിക്കലും നമ്മുടെ ഹീറ്റർ ഓൺ ചെയ്യാറില്ല. ഈവൻ നമ്മുടെ നിന ഇങ്ങനെ തണുത്ത് വറച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇയാളായിട്ട് ആ ഹീറ്റർ ഓൺ ചെയ്യാനുള്ളൊരു ഇനിഷ്യേറ്റീവ് ഒരിക്കലും അയാൾ എടുക്കാറില്ല. അതുപോലെ അയാൾ ഭയങ്കര അതോറിറ്റേറിയൻ നേച്ചറുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നൊരു നേച്ചറാണ് അയാൾക്കുള്ളത്. അവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മുടെ റൂബനാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഡിഫറൻസസ് ഒക്കെ തന്നെ അവരുടെ മാരിറ്റൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇവർക്ക് പരസ്പരം സ്നേഹമില്ല, പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടി കല്യാണം കഴിച്ചതാണ്. അതുപോലെ ഇവർക്ക് പരസ്പരം ഒട്ടും തന്നെ അറിയത്തുമില്ല. ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ they are like strangers living under one roof. ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഒരാളുടെ റെസ്പോൺസിനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാനോ അതുപോലെ ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എന്താ പറയേണ്ടത്, ഇയാളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് ധാരണയില്ല. അത്രയ്ക്കും അവർക്ക് പരസ്പരം അറിയത്തില്ല. ഇയാളാണെങ്കിൽ റൂബോനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഇയാളുടെ കയ്യിൽ കാശൊക്കെ പോയിട്ട് ഇയാൾ ഭയങ്കര മാഡായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഇയാളൊന്ന് സമാധാനിപ്പിക്കുക എന്ന് പോലും അറിയില്ല. അവർ തമ്മിൽ അത്രയ്ക്കും അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അത് പോരാഞ്ഞിട്ട് പരസ്പരം യാതൊരു സ്നേഹവും ഇല്ല. റൂബോൻ്റെ കാശൊക്കെ പോയി നമ്മൾ പറഞ്ഞല്ലോ. അയാളുടെ കാശ് എവിടെയാണ് പോയത്? ഇയാൾക്ക് കഴിഞ്ഞ മാരേജിൽ ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ഇയാൾ റീമാരേജ് ചെയ്തപ്പോൾ കുട്ടികൾ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി അവർക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇയാളുടെ കയ്യിൽ യാതൊരു കാശും ഇല്ലാണ്ടാവുകയാണ്. ഇവിടെ ഓൾറെഡി കുട്ടികളുള്ള ആൾക്കാർ റീമാരേജ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട കാശൊന്നും ഒരു സ്റ്റെപ്പ് മോം വന്നിട്ട് അനുഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുപോലെ തന്നെ നിനയെ പറ്റി നോക്കുകയാണെങ്കിൽ അവർക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അവർക്ക് വേണ്ടതൊരു നൈസ് ക്വയറ്റ് ലൈഫായിരുന്നു. പക്ഷെ അതല്ല അവർക്ക് കിട്ടിയത്. എല്ലാം ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ തുടക്കകാലത്ത് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബെൽജിയം പോലെ. ആദ്യം ഇവർക്ക് ബെൽജിയം ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു കൺട്രി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നീട് ഇങ്ങനെ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു കോൾഡ് ലോങ് ഡേയ്സൊക്കെ അവർക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണോ ഈ മാരേജിന് യെസ് പറഞ്ഞത്, അതൊന്നും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അവർ ഫെൽ ഇൻ ലവ് നോട്ട് വിത്ത് റൂബനെ അല്ല അവർക്ക് ഇഷ്ടപ്പെട്ടത്. റൂബൻ്റെ ആ ഒരു വീട്, ആ ഒരു സിറ്റി, ആ ലൈഫ് സ്റ്റൈൽ, ഇതിനോടൊക്കെയാണ് അവർക്ക് ഇഷ്ടം തോന്നിയത്. പക്ഷേ ഇപ്പോൾ അവരുടെ മാരേജ് ഒരു
ഡിസാസ്റ്റർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊരുപാട് ലേറ്റായി പോയി കഴിഞ്ഞു. അപ്പോൾ അവരുടെ മൂഡ് തുടക്കത്തിൽ എക്സൈറ്റ്മെൻറ്റും ഹോപ്പ്ഫുൾനെസ്സും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അട്ടർ ഡിസപ്പോയിൻമെൻറ്റും കൺഫൈൻമെൻറ്റുമായി മാറിയിട്ടുണ്ട്. ആദ്യം നിനയ്ക്ക് എങ്ങനെയെങ്കിലും റൂബനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പാസറ്റേയുമായിട്ടുള്ള ഗെറ്റ് അവേയ്സൊക്കെ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു ദാറ്റ് ഡിസയർ ടു എസ്കേപ്പ് ഡിമിനിഷ്ഡ്. അവർക്ക് ഒരിക്കൽ എസ്കേപ്പ് ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് ഷീ നോ ലോങ്ങർ വാണ്ട്സ് ടു ഗോ. അവർക്ക് പോകാൻ ഇപ്പോൾ എന്താണ് താല്പര്യം ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിനയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ആസ്പെക്റ്റ് ഓഫ് ഡെത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, റൂബൻ്റെ ആ ഒരു ലവ്വിങ് കെയറിങ് സൈഡ് അൺലീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അവർക്ക് വയ്യാണ്ടാവുമ്പോൾ മാത്രമാണ് റൂബൻ കെയറിങ് ലവ്വിങ് ഹസ്ബൻഡായിട്ട് മാറുന്നത്, നിന്നെ ആഗ്രഹിച്ചതുപോലെ. ഈ ഒരു കഥയുടെ എൻഡിങ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ 3 kisses-ൻ്റെ കാര്യം ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മുടെ നിന ബാത്റൂമിൽ നിൽക്കുമ്പോൾ റൂബൻ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 3 ചുംബനങ്ങൾ നൽകുന്നുണ്ട്. അവരോട് എന്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഹീ ലവ്സ്, റെസ്പെക്ട്സ് ആൻഡ് കെയർസ് ഫോർ ഹർ. ഇതാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആ ചുംബനങ്ങളിലൂടെ അവരോട് കൺവേ ചെയ്യുന്നത്. ആ 3 കിസ്സ് മാത്രം മതിയായിരുന്നു നിനയ്ക്ക് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയും അവരുടെ ബോഡി പറ്റിയുള്ള ആ ഒരു സെൽഫ് ഡൗട്ടും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ റൂബൻ നിനയുടെ റോബ് അൺറാവൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇൻ ഡെപ്ത് എന്താണ് അവർ അൺറാവൽ ചെയ്യുന്നത്, അയാൾ അൺറാവൽ ചെയ്യുന്നത് അവളുടെ സോളിനെയാണ്. ദെയർ സോൾസ് ആർ ഓപ്പൺ ഫോർ ഈച്ച് അതർ. നോ റിസർവേഷൻസ്, നോ മോർ ടേണിംഗ് ബാക്സ്. അവരുടെ ലിപ്സ് പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, 2 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് പരസ്പരം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ആൻഡ് അറ്റ്യൂൺഡ് ബിക്കോസ് ഓഫ് ലവ്. ഇപ്പോഴാണ് അവിടെ എന്ത് ചെയ്തത്, സ്നേഹമുണ്ടായപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഡിഫറെൻ്റ് അല്ല. ആ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എന്ത് ചെയ്തു, ഇൻറ്റഗ്രേറ്റഡ് ബൈ ലവ്. ഇങ്ങനെയാണ് നമ്മുടെ 3 kisses അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.